കൊല്ലത്താണ് കലോത്സവം. നമ്മോടൊപ്പമുള്ളത് ഒരു കൊല്ലംകാരനാണ്. ഹയർ സെക്കൻഡറി വിഭാഗം ഗിറ്റാറിൽ എ ഗ്രേഡ് നേടിയ രോഹിത് കൃഷ്ണ. അന്യായ പെർഫോമൻസ് ആണ്, നമുക്ക് കാണാം. രോഹിത്, കോഴിക്കോട് കലോത്സവത്തിൽ എ ഗ്രേഡ് ആയിരുന്നു. അന്ന് ഹൈസ്കൂളായിരുന്നു, ഇപ്പോൾ ഹയർ സെക്കൻഡറി. അപ്പോൾ സ്വന്തം നാട്ടിലോട്ട് കലോത്സവം എത്തിയിരിക്കുകയാണ്. എങ്ങനെയാണ്, അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടോ? തീർച്ചയായും എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. കാരണം കഴിഞ്ഞ വർഷം 10ാം ക്ലാസ്സിലായിരുന്നു ആദ്യമായിട്ട് പോയത്. അന്നേരം ആദ്യം പോയപ്പോൾ തന്നെ ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ സ്റ്റേറ്റിൽ എ ഗ്രേഡ് കിട്ടിയത് ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ സ്വന്തം നാട്ടിൽ വെച്ച് നടക്കുമ്പം അതിലേറെ വാശിയുണ്ടായിരുന്നു. സ്വന്തം നാട്ടിൽ വെച്ച് നടക്കുമ്പോൾ എ ഗ്രേഡ് കിട്ടണം, ഫസ്റ്റ് കിട്ടണം എന്നൊരു വാശിയുണ്ടായിരുന്നു. സ്വന്തം നാട്ടുകാരുടെ മുമ്പിൽ പെർഫോം ചെയ്യുമ്പോഴത്തേക്കും ഒരു വല്ലാത്തൊരു ഭയങ്കര അഭിമാനം ഉണ്ടായിരുന്നു. തീർച്ചയായും ഭയങ്കര അഭിമാനം ഉണ്ടായിരുന്നു. കിട്ടി, എ ഗ്രേഡ് കിട്ടി. ഉച്ചയ്ക്കായ മത്സരം വളരെ സന്തോഷം. ഗിറ്റാർ അല്ലാതെ വേറെ ഏത് ഉപകരണമാണ് കൂടുതൽ ഇഷ്ടം? കൂടുതൽ അട്രാക്ഷൻ തോന്നിയിട്ടുള്ളത് വയലിനാണ്. ബാലഭാസ്കർ കാരണം. അത് ബാലഭാസ്കർ കാരണം വയലിനോട് വല്ലാത്തൊരു അട്രാക്ഷൻ തോന്നിയിട്ടുണ്ട്. തീർച്ചയായും. അപ്പോൾ ഒത്തിരി കേട്ടിട്ടുണ്ടാവുമല്ലോ അദ്ദേഹം? കേട്ടിട്ടുണ്ട്, ഒത്തിരി കേട്ടിട്ടുണ്ട്. എല്ലാം കേട്ടിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട മലയാളത്തിലെ ഗായകൻ ആരാണ്? ഏറ്റവും കൂടുതൽ നമുക്കൊരു ശബ്ദം കേൾക്കുമ്പോൾ തോന്നില്ലേ, ആ ശബ്ദം വല്ലാത്തൊരു അട്രാക്ഷൻ ഉണ്ട് എന്ന് തോന്നില്ലേ? അപ്പൊ അങ്ങനെയുള്ള ഒരു ഗായകൻ ആരായിരിക്കും? എം ജി ശ്രീകുമാറിന്റെ പാട്ടുകൾ ഒത്തിരി ഇഷ്ടമാണ്. ഏറ്റവും കൂടുതൽ കേൾക്കാറുള്ളതും അതാണ്. കേൾക്കാറുള്ളതും വായിക്കാൻ ഇഷ്ടമുള്ളതും ഒക്കെ എം ജി ശ്രീകുമാറിന്റെ പാട്ടാണ്. എം ജി ശ്രീകുമാറിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ഏതായിരിക്കും? ദിലീപിന്റെ സിനിമയിലെ വെട്ടത്തിലെ മഴത്തുള്ളികൾ കിളിങ്കിടും ഈ നാടൻ വഴി എന്നുള്ള പാട്ട്. അത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഗാനമാണ്. നമുക്ക് ഭയങ്കര ഫീലിംഗ് ആണ് ആ പാട്ട്. ഓക്കെ, ചില വരികൾ അതിന്റെ ലിറിക്സും വളരെ മനോഹരമാണ്. മ്യൂസിക്കും ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. മൊത്തത്തിലൊരു വല്ലാത്ത വൈബാണ് ആ പാട്ടിന്. പിന്നെ എം ജി ശ്രീകുമാറിന്റെ വോയിസ് ഭയങ്കര യുണീക്ക് ആയതുകൊണ്ട് അപ്പോൾ അതിൽ കേൾക്കുമ്പോഴത്തേക്കും വല്ലാത്തൊരു ഫീൽ കിട്ടും, ഭയങ്കര ഒരു ഫീൽ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അടുത്ത കലോത്സവത്തിന് എന്താണ് പരിപാടി? ഉറപ്പായിട്ടും പ്രാക്ടീസ് ഉണ്ടാവും. അടുത്ത കലോത്സവത്തിനുള്ള ഒരുക്കും എക്സാം, അതിന്റെ പ്രിപ്പറേഷന് കൂടെ അടുത്ത കലോത്സവത്തിനുള്ള ഇപ്പോഴേ തുടങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ പഠിച്ചു പോകുന്തോറും കൂടുതൽ ഒരു ബർഡൻ ഉണ്ടല്ലോ പഠിക്കുന്നതിൻ്റെ, എക്സാം, അതിൻ്റെ അസൈൻമെൻറ്റ്സ്. അപ്പോൾ അതിൻ്റെയൊക്കെ കൂടി ഈ മ്യൂസിക് പഠിക്കുമ്പോഴത്തേക്കും എങ്ങനെ രണ്ടും കൂടി ഒരുമിച്ച് നമ്മൾ കൊണ്ടുപോകാം? സമയം സ്പെൻഡ് ചെയ്യുന്നതിൻ്റെ ഒരു പഠിത്തം എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് ഇഷ്ടമല്ലെങ്കിൽ നമ്മൾ നെസസറി ആണ് കൊണ്ടുപോകുന്ന സംഭവം. ഗിറ്റാർ പാഷൻ ആയതുകൊണ്ട് എത്ര സമയം ഇല്ലെങ്കിലും നമ്മൾ അതിനുവേണ്ടി സമയം കണ്ടെത്തും. കാരണം നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലിയാണത്. ഉറപ്പായി. അപ്പോൾ ഈ മേഖലയിൽ തന്നെ ആവട്ടെ ഈ പാഷനിൽ ഉറച്ചുകൊണ്ട്
തന്നെ ആവട്ടെ ഫ്യൂച്ചറും എന്ന് ആശംസിക്കുന്നു രോഹിത്തിനോട്. കൊല്ലംകാരനാണ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത കൊല്ലത്ത് കലോത്സവം നടക്കുമ്പോൾ. താങ്ക് യു.